മണ്ണാർക്കാടിന്റേത് പ്രത്യേക തോൽവിയല്ല. പിണറായി വിജയൻ അടക്കം വോട്ട് കുറഞ്ഞു. കേരളത്തിൽ പൊതുവെ മാറ്റമുണ്ടായെന്നും മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. PK ശശിയുടെ തോൽവിക്ക് കാരണം കോൺഗ്രസുകാർ വോട്ട് ചെയ്തില്ല എന്നതാണെന്നും പാലോളി പറഞ്ഞു. അല്ല, അത് കേരളത്തിൽ പൊതുവിൽ കാണുന്ന മാറ്റമുണ്ടല്ലോ, അതിന്റെ ഭാഗമാണ്. അല്ലാതെ മണ്ണാർക്കാടിലെ പ്രത്യേകത. എതിരായിട്ട് മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ നല്ല കാൻഡിഡേറ്റ് പിണറായി വിജയനടക്കം വോട്ട് വളരെ കുറഞ്ഞു. അല്ല, അത് ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഞാനും കുറെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ റിസൾട്ട് വന്നതന്നെ അല്ല, അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അതിന്റെ തലേ ദിവസം വരെ അദ്ദേഹം ഈ നിലപാടിലല്ല. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം തുടങ്ങുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഞാൻ ഇവിടെ വന്നു. ഒന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ. എന്നോട് ഒന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞില്ല. നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള മറ്റുള്ളവർ പറഞ്ഞു. അല്ല, പരാജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരിൽ നല്ലൊരു വിഭാഗം അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് അയാൾ വരേണ്ടതാണ്. അത് ഉണ്ടായില്ല. അതെ, 3ാം സ്ഥാനത്തല്ലേ? അതെ, കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവാകാൻ ഒന്നാമൻ പിണറായി വിജയൻ തന്നെയെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഇതിനു മുൻപ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഒന്നടങ്കം സർക്കാരിനെതിരെ നിലപാടെടുത്ത കാലഘട്ടം ഉണ്ടായിട്ടില്ല. പിണറായി സമെന്നത് ആരോപണം മാത്രമാണ്, പാലോളി പറഞ്ഞു. തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ മരുമക്കളെ നോക്കിയിട്ട് വിധിച്ചു കൊടുക്കുന്ന ഏർപ്പാടല്ല. ആ മേഖലയിലുള്ള ആള് അതിന് അയാൾ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ആൾ വേണം. അതാണ്. അത് അയാൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം അയാൾ ആ രീതിയിൽ അതിനെ കാണുന്നത് ശരിയല്ല. അപ്പൊ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നാണ്. യോഗ്യത ആ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യതയുള്ള ആൾ അയാൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരണ്ട എന്നാണ് പറയുന്നത്. അല്ലല്ല, അയാളാണ് ഏറ്റവും ആ കൂട്ടത്തിൽ അർഹതപ്പെട്ട ആൾ. പക്ഷെ അയാൾക്ക് ചില അസുഖങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അതിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ ആള് വേണ്ടി വരും, അത്രേ ഉള്ളൂ. അതിൽ ഒന്നാമൻ അയാൾ തന്നെയാണ്. ഉള്ളിൽ ചിലത് വെച്ചിട്ട് പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് അതിന് അതേ രീതിയിലുള്ള മറുപടി പറയും. അത് മനുഷ്യന്റെ സാധാരണ സ്വഭാവത്തിൽപ്പെട്ടതല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഇതൊക്കെ വെറുതെയാണ്, അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വെറുതെയാണ്. പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രങ്ങളും ചാനലുകളും ഇത്ര സംഘടിതമായി ഈ ഗവൺമെന്റിനെ എതിർത്ത് ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഓർമ്മയുള്ളതല്ലേ, അനുഭവമുള്ളതല്ലേ? അല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സംഭവമാണ് മറ്റേ ഇങ്ങനെ അത് ഒരു അജണ്ട വെച്ച് ഈ 5 കൊല്ലം പ്രത്യേകിച്ചും നല്ലതുപോലെ അത് കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് എല്ലാവരും. അതിലുള്ള വ്യക്തികൾ ഒരു പക്ഷെ അതിൽ വിമുഖത ഉണ്ടാവും, പക്ഷെ അത് നിങ്ങൾക്ക് മറിച്ച് ചെയ്യാൻ കഴിയില്ല. CCN മണ്ണാർക്കാട്.